ഒരു മാസ് പ്ലസ് ക്ലാസ് എൻ്റർടൈനറാണ് പക്ക. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നല്ല റോള് കിട്ടി. അതും ഹനീഫ് അദീനി പോലൊരു ഡയറക്ടറിന്റെ മൂവിയിൽ ഭയങ്കര ഹാപ്പിയാണ്. നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ സെലിബ്രിറ്റീസിന്റെ കൂടെ ഇരുന്ന സിനിമ തന്നെ കാണുന്നത്. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്കൂളിൽ അവർ വന്നിട്ട് ഇതുപോലെ കുറച്ച് കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പിൾ അങ്ങനെ എന്നെ വിളിപ്പിച്ചു. അങ്ങനെ നല്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എപ്പോഴും ഭയങ്കര തമാശ ആ ഒരു രീതിയിൽ, അല്ലാതെ ഒരിക്കലും ഓക്കെ ഇതാണ് സീൻ അത് ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ജോളി ആയിട്ട് തന്നെയായിരുന്നു ഏതൊരു സീനും ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ ഭയങ്കര മടിച്ച് ചെയ്ത കുറേ സീൻസ് ഉണ്ടായിരുന്നു, സ്റ്റണ്ടൊക്കെ. പക്ഷെ കൈയടിയൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഒരു ആക്ഷൻ ത്രില്ലറാണ്. ഞാൻ കാണാൻ എന്നിട്ട് പറയാം. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല സിനിമ. ഉണ്ണി മൂന്നിന് എന്തായാലും കരിയർ ബ്രേക്ക് ആയിരിക്കും. സൂപ്പർ. ഉണ്ണി മൂന്ന് പൊളിച്ച് നല്ല ഫിലിം. ഹനീഫ് അദീനിയുടെ ഡയറക്ഷൻ കലക്കിയിട്ടുണ്ട്. എല്ലാവരും നല്ല മാസമായിട്ട് കട്ടയ്ക്കായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല നിവിൻ പോളിയും കളിക്കുന്നുണ്ട്, നിവിനെ കളിക്കുന്നുണ്ട്. ഉണ്ണി മൂന്നിന് എല്ലാവരും അവരുടെ റോൾ കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം. നല്ലതാണ് പടം. നൈസാണ്. നല്ല മേക്കിംഗ് ആണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ മാസാണ്. നല്ല സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു പടം അടിപൊളി. ഹനീഫിക്കാണ് ക്ലാസ് ഹനീഫിക്ക് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും പടത്തിന്റെ ലെവൽ കാണിച്ചു. അടിപൊളിയുണ്ട്. നിവിനയുടെ കരിയറിലെ അടയാളപ്പെടുത്താവുന്ന ഒരു പടം തന്നെയായിരിക്കും. കുഴപ്പമില്ല, കണ്ടിരിക്കാം. അടിപൊളിയായിട്ട് ഹെവി. ഉണ്ണിയേട്ടൻ പൊളിച്ച് പടം കിടും. ഉണ്ണിയേട്ടൻ തകർത്ത് പൊളിച്ചടി. നീയും പൊടിയും കിടും. ഉണ്ണി മൂന്ന കലക്കി.